സൃഷ്ടി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പൊ അതിനെ കുറിച്ച് പറയാനായിട്ട് സമയമുണ്ടല്ലോ. സമയമാകുമ്പോ ഞാൻ തന്നെ എന്നോട് പറയാം. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഏകദേശം എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷെ കുഴപ്പമില്ല, ഈ ചായ പാടുന്നറിഞ്ഞ വെയിറ്റ് ചെയ്തോളാം. എന്താ അതുപോലെ? അളിയ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സത്യം പറഞ്ഞ അളിയൻ എന്റെ ഇതിലൂടെ ഹാപ്പിയാണോ? വേറൊന്നുമല്ല, അവളെന്റെ എഴുത്തിയായിട്ട് തന്നെ ഞാൻ ചോദിച്ചത്. അല്ല, അവളെ കുറിച്ച് ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നീ അവളെ ചൂസ് ചെയ്യാൻ കാരണം എനിക്കറിയാം. പക്ഷെ അവളിതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഹേർട്ട് ആവുന്നു ചോദിച്ചാ ഒരുപാട് ഹേർട്ട് ആവുന്നുണ്ട്. പക്ഷെ സെലിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. അവളുടെ പാസ് നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ അവളിപ്പം എന്നെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അവൾക്ക് പറ്റില്ല. ഒരുപക്ഷെ ഇപ്പോഴും അവളുടെ മൈൻഡില് ഈടം കാണുമായിരിക്കും. ഗൗതം, ഞങ്ങൾക്ക് എല്ലാവർക്കും നടന്ന എല്ലാം അറിയാം. പക്ഷെ ഒരിക്കലും അവൾ ഡിസർവ് ചെയ്യുന്നില്ല. എടാ, നിനക്കറിയാലോ, ഏടൻ ഒരിക്കലും തിരിച്ചറിയാൻ പോകുന്നില്ല. ഒരുപക്ഷെ ഏടൻ തിരിച്ചു വന്ന, അങ്ങനെ തിരിച്ചു വന്ന ഈ ക്രിസ്റ്റി ആരാണെന്ന് ഏടനറിയും. പിന്നെ അവൻ നേരെ അവൻ അവിടെ തിരിച്ചു പോയില്ല. താനിവിടെ കിടന്നില്ലേ? ഇല്ല, താൻ വന്നിട്ട് കിടക്കാൻ നിർത്തും. ഓ അങ്ങനെ. താനിപ്പോ എന്താ പറഞ്ഞേ? അല്ല, ഗൗതം വന്നിട്ട് കിടക്കാൻ നിർത്തൂ. ഇവക്കെന്ത് പറ്റി? പിന്നെ ഗൗതം, താനിപ്പോ ഫ്രീ ആണോ? ആ അതേലോ. ഞാനിപ്പോ ഇവിടെ എന്ത് ചെയ്യാനാ? താൻ പറഞ്ഞു. വേറൊന്നുമല്ല, തനിക്ക് ശരി തോന്നുന്നുണ്ടോ ഞാൻ തനിക്ക് ഓക്കെ ആണെന്ന്? എന്താടോ തനിക്കെന്താ പറ്റിയേ? എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഗൗതം, തനിക്കറിയാലോ പാസ്റ്റില് എന്റെ ലൈഫിൽ എന്ത് നടന്നിട്ടുണ്ടെന്ന്. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്നെപ്പോഴൊരു പെണ്ണിനെ തനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഗൗതം, താനെന്തിനാ എന്നെ പ്രണയിച്ചതെന്നോ എന്നെ കല്യാണം കഴിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആസ് എ വൈഫ് എന്ന രീതിയിൽ എനിക്കൊരിക്കലും തന്നെ ഹാപ്പിയാക്കാൻ പറ്റില്ല. സെലിൻ, നീ പറഞ്ഞു വരുന്നേക്ക് എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇത് നോക്ക്, ഞാൻ ഒരിക്കലും പ്രണയിച്ചത് നിന്റെ ഈ ശരീരത്തിനല്ല. അതിപ്പോ പറഞ്ഞു മനസ്സിലാക്കി തരണമെന്നും എനിക്കും അറിയാൻ പാടില്ല. പിന്നെ നീ പലപ്പോഴും പറയാറില്ലേ, എന്നെപ്പോഴൊരു പെണ്ണിനെ എനിക്ക് സെറ്റ് ആവില്ലെന്ന്. ഞാൻ നിന്നെ സ്നേഹിച്ചത് അതിന്റെ ശരീരം കണ്ടൊന്നുമല്ല. ഇനി നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ അതിപ്പോ ശരീരം കൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും എത്ര വർഷം എടുത്താലും കുഴപ്പമില്ല. നിന്റെ ഒരു സമ്മതത്തിന് വേണ്ടി ഞാൻ ഈ ജീവിതകാലം മുഴുവൻ വേണം വെയിറ്റ് ചെയ്യാൻ. റെഡിയാ? ഗൗതം, ഐ ആം സോറി. എന്തിന്? തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി തുമ്പിൽ കൈമാ. എന്താണ് മോനെ പതിവില്ലാണ്ട് ഒരു ചിരിയൊക്കെ ഉണ്ടല്ലോ? അതെന്താണ് ആളിയ? എനിക്ക് ചിരിക്കാൻ പാടില്ലേ? അങ്ങനെ ചോദിക്കും ഗൗതം. അല്ല, നീ ഇപ്പൊ എവിടെ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. എന്താ ഇച്ചാൻ കണ്ടില്ലേ? അല്ല, നിനക്ക് ഓഫീസിൽ ഒന്ന് പോണ്ടേ? നിന്റെ സിയോടെ നമ്പർ ഇങ്ങനെ ഞാൻ വിളിച്ച് പറയട്ടെ.
ഇവക്ക് അവിടെ ജോലിയൊന്നും ഇല്ലെന്ന്. എന്റെ പൊന്നിച്ചായ, ഞാൻ സെലിൻ വന്നുകൊണ്ട് 2 ദിവസം ലീവ് എടുത്തല്ലേ, അതിനിപ്പോ എന്താ? ഓഹോ, അപ്പൊ നീ എന്താ സെലിന് മാത്രമേ ലീവ് എടുക്കത്തുള്ളൂ? ഞാനും വന്നായിരുന്നു, അപ്പോ എനിക്ക് കൂടെ ഒന്ന് പറയില്ലേ? തൽക്കാലത്തേക്ക് അതിന്റെ ആവശ്യമില്ല. നിന്റെ ഏട്ടന്മാരോടുണ്ട്, അപ്പോ നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിയല്ലോ. അതിന് ഞാൻ മാത്രം വിചാരിച്ചാ പോരല്ലോ. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഇനി ഞങ്ങൾ അറിയണ നിനക്ക് വല്ല റിലേഷൻഷിപ്പ് ഉണ്ടോ? അതൊക്കെ ഞാൻ പറയാം. ഫസ്റ്റ് ആള് നിന്നോട് പറയട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ അമ്മോ, ആരാണാവോ ആ ഹതഭാഗ്യൻ? ഇച്ചായ, സെലിൻ, നീയും ഗൗതവും തമ്മില് യാതൊരു പ്രശ്നമില്ലല്ലോ? എന്ത് പ്രശ്നം? അല്ല, നിനക്ക് ഈ കല്യാണത്തിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നല്ലോ. ഇതാ നോക്ക്, ഗൗതം ഒരു പാവുക. നീ വെറുതെ ഞങ്ങളോട് ഇവിടെ പെരുമാറുന്ന പോലെ അവനോട് പെരുമാറരുത് കേട്ടല്ലോ. അവന് നിന്നെ എത്ര ഇഷ്ടമറിയോ? അത് നിനക്കറിയില്ല, പക്ഷേ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പറയാ, നീ ഒരു വാക്കുകൊണ്ട് പോലും അവനെ വെറുതെ വേദനിപ്പിക്കരുത്. ഓ ശരി, ആയിക്കോട്ടെ, ഞാനായിട്ട് ഇനി ഒന്നിനുമില്ല. സെലിൻ, തന്ന് മുറിലോട്ട് വരൂ. ആ, ദേ ഇപ്പൊ വരാം. ദൈവമേ, ഞാനിനി എങ്ങനെ ഗൗതമിനെ ഫേസ് ചെയ്യും? ഏത് നേരത്താണ് അവനൊക്കെ ചെയ്യാൻ തോന്നി? സെലിൻ, നീ എന്താ അരച്ചോണ്ടിരിക്ക? ഗൗതമൻ വിളിച്ചിട്ടില്ലേ? നീ പോയിട്ട് വാ. താൻ വന്നോ? കേറുവാ. ഗൗതം, അത് പിന്നെ ഏത് പിന്നെ? ഞാനിതിനെ വിളിച്ചെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അതോ ഇനി മനസ്സിലാകാത്ത പോലെ അഭിനയിക്കണോ? ഗൗതം, താനെന്താ ഇങ്ങനെ അടുത്തേക്ക് വരുന്നേ? അതെന്താ, എനിക്ക് തന്റെ അടുത്തേക്ക് വരാൻ പാടില്ലേ? സെലിൻ, താനെങ്ങനെ പേടിക്കുന്നേ? താൻ ഓക്കെ അല്ലേ? ഐം സോറി. താനെ കിസ് ചെയ്തപ്പോ ഞാൻ ഓർത്തു തനിക്ക് എന്നോടുള്ള ഫീലിങ്സ് മാറിയെന്ന്. ആൻഡ് ഐ തിങ്ക് താൻ എൻ്റെ അടുത്ത് കംഫർട്ടബിൾ ആയെന്ന്. താനോട് റെസ്റ്റ് എടുക്കുക. ഞാൻ അളിന്റെ റൂമിൽ കാണാം. ഗൗതം, ഗൗതം, ഐ ലവ് യു സോ മച്ച്. എനിക്ക് തന്റെ മാത്രമാവണം. And I want to forget him. സെലിൻ, താൻ എന്തേ പറയുന്നത്? എനിക്ക് ഏട്ടനെ മറക്കണം. എനിക്ക് തന്റെ മാത്രമാണ്. അതിപ്പോ ശരീരം കൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും.
ഹലോ ഏട്ടാ. എടാ ഞാൻ പിന്നെ വിളിച്ചത് ഇന്ന് നീ ഓഫീസിൽ വരെ വരണം. എന്താ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ, അപ്പൊ നേരിട്ട് കാണാൻ. പിന്നെ പെട്ടെന്ന് വരാൻ നോക്കുക കേട്ടോ. ആ നീ വന്നോ? ഏട്ടൻ, നീ എന്താ ഇവിടെ? ഇതാ ഞാൻ പറഞ്ഞ സർപ്രൈസ്. നമ്മുടെ പുതിയ പ്രൊജക്റ്റുമായിട്ട് കൊളാബ് ചെയ്യാൻ പോകുന്നത് എയ്ഡന. വാട്ട്? സീരിയസ്ലി? ഏട്ടൻ, ഒരു സർപ്രൈസ്. എത്ര നാളെ ഞാൻ കണ്ടിട്ട്. നീ എവിടെയായിരുന്നു? യാ ബ്രോ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. നിന്റെ ഏട്ടനെ കണ്ടപ്പോഴാ ഞാൻ ഈ കമ്പനിയായിട്ട് കൊളാബ് ചെയ്യാൻ പോകുന്നത് മനസ്സിലായി. ഞാനിപ്പോ മുംബൈയില് ബിസിനസ് ചെയ്യാം. അതെന്തായാലും കൊള്ളാം. എടാ നീ പടം തിരിച്ചൊന്നും പോകുന്നില്ലല്ലോ. കൊളാബ് സ്റ്റാർട്ട് ചെയ്തോണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ പോത്തുള്ളൂ. അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്തെങ്കിലും കാണാണ്ട് നീ ഇവിടെ ഇരിക്കില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്താ കാര്യം? സീരിയസ് മാറ്റർ ഒന്ന് കൂട്ടിക്കോ. ഞാൻ നിന്നോട് പറയാം. എങ്കിൽ ഞാൻ തിരിച്ചു പോവാ. റൂമിൽ കയറാൻ സമയമായി. എടാ, നീ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്? ആടാ, ഞാനിപ്പോ ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. മമ്മിയുടെ റിലേറ്റീവ് ഉണ്ട്, അവരുടെ ഹോട്ടലാണ്. എന്താടേ പറയുന്നേ? എന്തായാലും ഈ കോൺട്രാക്ട് തീരാൻ 3 മാസമുണ്ട്. അത് വരെ നീ ഹോട്ടലിൽ സ്റ്റേ ചെയ്യണം? അതൊന്നും വേണ്ട. നമ്മുടെ വീട് വീടുണ്ടല്ലോ, അവിടെ വാ. ഏയ് വേണ്ടടാ, അതൊന്നും ശരിയാവില്ല. അതൊക്കെ വെറുതെ നിനക്ക് ബുദ്ധിമുട്ടാവത്തേ ഉള്ളൂ. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഗൗതമിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫാമിലി മെമ്പറാ. സോ തന്റെ തിങ്സ് എല്ലാം എടുത്ത് വേഗം വീട്ടിലോട്ട് വരാൻ നോക്ക്. എങ്കിൽ ശരി, എന്നാ പോയി ഞാൻ എന്റെ തിങ്സിൽ എടുത്തിട്ടില്ല. എടാ സെലിന അവിടെ ഓക്കെ ആണോ? അവ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ നല്ല ഹാപ്പിയാ. അപ്പോ ക്രിസ്റ്റി? ഓ അങ്ങനെ പറയും. അല്ല, ക്രിസ്റ്റി വന്ന കാര്യം ഏട്ടൻ എങ്ങനെ അറിഞ്ഞേ? അത് പിന്നെ ക്രിസ്റ്റിനെ കാണാൻ വന്നിരുന്നു, അങ്ങനെ മനസ്സിലായി. ഓഹോ, അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞു. ഇനി എപ്പോഴാണാവോ ബാക്കി പരിപാടികളൊക്കെ? ഒന്ന് പോടാ അവിടുന്ന്. എനിക്കതെന്നറിയില്ല. അവനൊന്ന് കാണാൻ തോന്നുന്നുണ്ട്. എങ്കിൽ ശരി, ഞങ്ങൾ വരുമ്പോ അവനെ ഇവിടെ കൊണ്ടുവരാം. ഷോക്ക് ആവണ്ട. ഏട്ടന് തോന്നുന്നുണ്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ക്രിസ്റ്റി ഇത് വേണമെന്ന് പറയുന്നു? അതുകൊണ്ട് അവനെ കൊണ്ടുവന്ന കാര്യം ഞാൻ ഏറ്റു. ഒരു 2 ആഴ്ച നമ്മുടെ വീട്ടിൽ നിന്നുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്തോളാം. എങ്കിൽ ഏട്ടാ, ഞാൻ ഇറങ്ങിക്കുവാ. ഇപ്പൊ തന്നെ കുറച്ച് ലേറ്റ് ആയി. ശരി എന്നാ. ഇന്നെന്താ പറ്റിയേ? ഇന്ന് ഓഫീസിൽ ഗൗതം വന്ന് ഞാൻ അറിഞ്ഞല്ലോ. പപ്പയ്ക്ക് ഓർമ്മയില്ലേ ഗൗതമിന്റെ ഫ്രണ്ട് എയ്ഡൻ? അവനുമായിട്ട് നമ്മൾ കൊളാബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിട്ട് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാ ഗൗതം വിളിച്ചു വരുത്തി. അതെന്തായാലും നന്നായി. അല്ല, ഗൗതം നിന്നോട് വേറെ വല്ല കാര്യം പറഞ്ഞായിരുന്നോ? എനിക്ക് മോളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്റെ പൊന്നു സാറാ, അവരിപ്പോഴും ഇവിടെ തന്നെയല്ലേ? കുറച്ചു ദിവസം പോയിട്ട് മോളുടെ വീട്ടിൽ പോയി അടിച്ചു പൊളിക്കട്ടെ. അതൊക്കെ ശരിയാ, പക്ഷെ മോളിപ്പില്ലാത്തപ്പോ ഞാനത് ഒറ്റയ്ക്കാവര് തോന്നുക. അതെന്താ പറ്റി അങ്ങനെ ഒരു ടോക്ക്? പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലേ? അതെ അതെ, നിങ്ങൾ രണ്ടുപേരുള്ള കാര്യം പറയാതിരിക്കാൻ പേരാ. രാവിലെ ഓഫീസിൽ പോയതിനായിട്ടല്ലേ വരുന്നുള്ളൂ. അത് വേറെ ഞാൻ ഒറ്റയ്ക്കല്ലേ.
ആ, ഓഫീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തെ, നമ്മുടെ ഗൗതമിന്റെ ഫ്രണ്ട് ഏടനില്ലേ, അവൻ ഇനി മുതൽ നമ്മുടെ വീട്ടിലെ സ്റ്റേ ചെയ്യാൻ പോണേ. കൊളാബ് തിരുന്നതിന് വരെ ഇവിടെ ഉണ്ടാവും. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതൊക്കെ ഇത്ര ചോദിക്കാറുണ്ടോ? കൊളാബിന്റെ കാര്യമായിട്ടല്ലേ? അതിനിപ്പോ എന്താ? ഇനി കൊളാബ് കഴിഞ്ഞാലും ഇവിടെ സ്റ്റേ ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. ആഹാ, പറഞ്ഞു തീർന്നില്ല, ആള് വന്നല്ലോ.